എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പല വിദ്യാർത്ഥികളുടെ അല്ല ഡിഗ്രി കംപ്ലീറ്റ് ആയ വിദ്യാർത്ഥികളുടെ കൺസോൾട്ടേറ്റീവ് ഗ്രേഡ് കാർഡും പ്രൊഫഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റും മെയ് മാസം 30 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷ കൺട്രോളർ അതായത് കോളേജിലേക്ക് അയക്കുമെന്ന് പറഞ്ഞിരുന്നു. അതേപോലെ അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പോഴും കമൻറ്റ് അയച്ചും അല്ലാതെയൊക്കെ ചോദിക്കുന്ന സംശയമാണ് ഇതുവരെ പ്രൊഫഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ കൺസോൾട്ടേറ്റീവ് ഗ്രേഡ് കാർഡും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളത്. വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായി ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനമറിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷാഫലം പുറത്തു വന്നതിന് ശേഷം 6ാം സെമസ്റ്റർ അത് 6 സെമസ്റ്ററും വിജയകരമായി കംപ്ലീറ്റ് ആക്കി ഡിഗ്രി എന്ന പഠനം വിജയകരമായി പൂർത്തിയാക്കിയ അത് 2022 പ്രവേശനം നേടുകയും 2025 ഡിഗ്രി എന്ന പഠനം വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്ത വിദ്യാർത്ഥികളുടെ കൺസോൾട്ടേറ്റീവ് ഗ്രേഡ് കാർഡും പ്രൊഫഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റും പരീക്ഷാ കൺട്രോളറുടെ ഉത്തരവ് പ്രകാരം മെയ് മാസം 30 അതാത് കോളേജുകളിലേക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അയക്കുമെന്ന ഉത്തരവുണ്ടായിരുന്നു. അതേ പ്രകാരം അയക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ജൂൺ മാസം 11 തീയതിയായിട്ട്, ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഡേറ്റ് ജൂൺ മാസം 11 തീയതിയായിട്ടും നിരവധി വിദ്യാർത്ഥികൾക്ക് അവരുടെ കൺസോൾട്ടേറ്റീവ് ഗ്രേഡ് കാർഡും പ്രൊഫഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റും കിട്ടിയിട്ടില്ല എന്നുള്ളത് മാത്രമല്ല കോളേജിൽ എത്തിയിട്ടില്ല. എന്തുകൊണ്ടാണ് ഇതുവരെ അത് കോളേജിൽ എത്താത്തത്? ഇതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ എൻ്റെ ഒരു അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായ കാര്യം സെനറ്റ് അപ്രൂവ്ഡ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് എനിക്ക് മനസ്സിലായ കാര്യം. എന്താണ് സെനറ്റ് അപ്രൂവ്ഡ് എന്ന് പല വിദ്യാർത്ഥികളും ചെയ്യുന്നുണ്ട്. കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ 5th സെമസ്റ്റർ എക്സാമിന് ശേഷം റീവാലുവേഷന് അപ്ലൈ ചെയ്തിരുന്നു. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 5 സെമസ്റ്റർ പരീക്ഷകളിലും ഒരു വിഷയത്തിന് പോലും സപ്ലി ഇല്ലാതെ പാസ്സായി. എന്നാൽ 6ാം സെമസ്റ്റർ റിസൾട്ട് വന്നപ്പോഴോ നിരവധി വിദ്യാർത്ഥികൾക്കാണ് ഒറ്റ വിഷയത്തിന് സപ്ലി വന്നത്. ഒരു വിദ്യാർത്ഥികൾക്കിടയിൽ ഉയർന്നു വന്നൊരു പരാതിയായിരുന്നു എന്ത്, 5 സെമസ്റ്റർ ഞാൻ എന്ത് ചെയ്തതാണ് വിദ്യാർത്ഥിനികൾ ഒരു സെമ്മിൽ പോലും 5 സെമസ്റ്ററിൽ ഒരു വിഷയത്തിന് പോലും സപ്ലി ഇല്ലാതെ പാസ്സായി. പക്ഷേ 6ാം സെമസ്റ്റർ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു വിഷയത്തിന് സപ്ലി ഡിഗ്രി എന്ത് ചെയ്തു, വഴിമുട്ടി. കാരണം എന്താണ്, സപ്ലി എഴുതണമെങ്കിൽ ഇനി അടുത്ത ഏപ്രിലാവണം, നിങ്ങളുടെ ജൂനിയേഴ്സ് വരണം, 1 വർഷം നിങ്ങൾക്ക് പോയി കിട്ടും. യൂണിവേഴ്സിറ്റിക്ക് ഒരുപാട് വിദ്യാർത്ഥികൾ പരാതിയും കാര്യങ്ങളൊക്കെ അയച്ചിരുന്നു. അതുമാത്രമല്ല നിരവധി വിദ്യാർത്ഥികൾ റീവാലുവേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റീവാലുവേഷൻ റിസൾട്ട് പുറത്തു വന്നിരിക്കുകയാണ്. എന്താണ് ഈ സെനറ്റ് അപ്രൂവ്ഡ് എന്ന് നമുക്ക് നോക്കാം. സെനറ്റ് അപ്രൂവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീവാലുവേഷൻ ഒരുപാട് വിദ്യാർത്ഥികൾ കൊടുത്തതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു 5 സെമസ്റ്ററിൽ സപ്ലി ഇല്ലാതെ വന്നിരുന്നു, പാസ്സായി. എന്നാൽ 6ാം സെമസ്റ്ററിൽ സപ്ലി വന്നു. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് എന്താണ്, ജയിക്കുമെന്ന് ഉറപ്പായിരുന്നു, പക്ഷേ തോറ്റുപോയി. അവർ റീവാലുവേഷൻ കൊടുത്തു. അപ്പോൾ അവരുടെ റിസൾട്ടും കൂടി റീവാലുവേഷൻ റിസൾട്ട് വരാൻ കൂടിയാണ് എന്ത് ചെയ്യുന്നത്, കാത്തിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്തില്ല, സെനറ്റ് അപ്രൂവ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് പല കോളേജിലും എന്ത് ചെയ്യാത്തത്, ഇന്നും നിങ്ങളുടെ കൺസോൾട്ടേറ്റീവ് ഗ്രേഡ് കാർഡും പ്രൊഫഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റും എത്താത്തത്. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഇപ്പോൾ റീവാലുവേഷൻ റിസൾട്ട് പുറത്തു വന്നുകൊണ്ട് തന്നെ ഇനി ഉടൻ തന്നെ സെനറ്റ് അപ്രൂവ്ഡ് ലഭിക്കും. സെനറ്റ് അപ്രൂവ്ഡ് ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതാത് കോളേജുകളിലേക്ക് എത്തും. നിങ്ങൾ നിരന്തരം കോളേജുമായി ബന്ധപ്പെടുക, ശേഷം വരുന്നുണ്ടോ ഇല്ലെന്ന് ഉറപ്പുവരുത്തുക, വന്നാൽ ഉടൻ തന്നെ കൈപ്പറ്റുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഈസ് ഖർദ, ഫൗണ്ടർ ഓഫ് ഖർദ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.